ചേന കൊണ്ടുള്ള കബാബാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി 500 ഗ്രാം ചേന നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രാമ്പൂ, കറുവാപ്പട്ട, പെരുംജീരകം പൊടിച്ചതാണിത്. 2 കപ്പ് തേങ്ങ ചിരകി ചെറുതായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇവ അരിഞ്ഞതാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ച ചേന നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. സവാള, പച്ചമുളക് എല്ലാം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 നുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പാകം നമുക്ക് ചെറിയ ബോളുകളായി ഉരുട്ടിയിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കണം. അതിനുള്ള മുറുക്കത്തിൽ കിട്ടണം. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അതിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ റസ്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വറുത്ത അരിപ്പൊടി ഉണ്ടാവില്ല, അത് കൂട്ടി 2 സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഞാൻ ഇതൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഉരുട്ടി ചെറിയ ബോളുകളാക്കി മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനെല്ലാം ചെറിയ ബോളുകളായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഷാലോ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ കൂടുതൽ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചെറുതായി പരത്തിയതിന് ശേഷം തവയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇപ്പം ഞാൻ ഇത്ര എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡ് പാകമാകുമ്പോൾ മറ്റു സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം. അങ്ങനെ തിരിച്ചിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോകാതെ. ഇപ്പോൾ ഞാൻ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. അടുത്ത ട്രിപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണിത്. ഒരു കഷ്ണം ചേന ഉണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾക്ക് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ രുചികരവുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 2 സൈഡും നന്നായി മൊരിഞ്ഞ് കളറൊക്കെ മാറി തുടങ്ങി. ആ സമയത്ത് വേണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് അത് വേറൊരു ഡിഷിലേക്ക് മാറ്റാനായിട്ട്.